ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാരായി സെലക്ഷൻ ലഭിച്ച പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്രിയ അക്കാദമിയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാരായി സെലക്ഷൻ ലഭിച്ചവരെ അനുമോദിച്ചു. അക്കാദമിയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾക്കായി മുന്നിലെത്തുന്ന മനുഷ്യരോട് കാരുണ്യത്തോടെ പെരുമാറാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും യുവതലമുറയിൽ നിന്ന് സർവീസിലെത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ മാതൃകാപരമായ സമീപനമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ ആ വളർച്ചയിലെ ആദ്യ കടമ്പയാണ് നിങ്ങളിവിടെ കടന്നിട്ടുള്ളത്. സിവിൽ സർവീസിൻ്റെ ആദ്യ മേഖല എന്നുള്ളത് പഞ്ചായത്ത് സർവീസുകൾ തന്നെയാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നതാണ്. പിന്നെയാണ് കളക്ടറേറ്റും സെക്രട്ടേറിയറ്റും ഒക്കെ വരുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായി ജനങ്ങളുമായി ഉള്ള ബന്ധം പഞ്ചായത്തുകൾ തന്നെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ. അപ്പം അതിലേക്ക് തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിച്ചിരിക്കുക. ഇറ്റ്സ് നോട്ട് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ജസ്റ്റ് ഓപ്പണിംഗ്. ഇനി നിങ്ങളുടെ ഇന്നിങ്സ് നിങ്ങൾ തുടങ്ങുകയാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് ഇപ്പോൾ ഇത് വാങ്ങുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഗാന്ധിജി പറയാറുണ്ട്, നിങ്ങളുടെ മുമ്പിലെത്തുന്ന ആൾ കരഞ്ഞുകൊണ്ട് വരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ വിഷമങ്ങൾ, അയാളുടെ പ്രയാസങ്ങൾ. പഞ്ചായത്ത് ഓഫീസിലൊക്കെ വരുന്നത് പ്രയാസം പറയാനാണ്, അത് കല്യാണം വിളിക്കാനല്ലല്ലോ. അപ്പോൾ പ്രയാസങ്ങളുമായി വരുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പിന്നെ ചിരിക്കുന്ന മുഖവുമായിട്ട് വേണം നിങ്ങളുടെ ഓഫീസിൽ നിന്ന് മടങ്ങുവാൻ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നജീബിനോട് സൂചിപ്പിച്ചത്, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരാവുക. ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വൈകിപ്പിക്കലും സങ്കീർണമായ കുറിപ്പെഴുത്തും ചില ഉദ്യോഗസ്ഥരുടെ വിനോദമാണ്. ഇതിൽ മാറ്റം അനിവാര്യമാണെന്നും സർക്കാർ ജോലി സേവനമായി കാണാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സ്വപ്നത്തിൽ നമ്മളുടെ കയ്യെത്തും ദൂരത്തില്ല എന്ന് നമ്മൾ കരുതിയ പലതും ഈ 3 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞതിനു പിറകിലെ ഏറ്റവും വലിയ ശക്തി, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു മായാമറയത്ത് നിൽക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു സാന്നിധ്യം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ഞാൻ മാത്രം പറഞ്ഞ ഒരു കാര്യമല്ല. നമ്മുടെ പ്രിയപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാർ സാർ നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിൽ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ നേടിയ വിജയത്തിന് അനുമോദനം നേടാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചകം തന്നെ അതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഐ ക്യാൻ സീ എ ഡിവൈൻ ഹാൻഡ് ഇൻ ദിസ് അക്കാഡമി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, തീർച്ചയായും ഒരു ദൈവികമായ സാന്നിധ്യവും അത്തരത്തിലൊരു പ്രൊട്ടക്ഷനും ഈ അക്കാഡമിക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ 3 വർഷത്തിനിടയിൽ ഇത്രയേറെ വിദ്യാർത്ഥികൾക്ക് അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, AK നാസർ മാസ്റ്റർ, അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, ലതിക സതീഷ്, ഡോക്ടർ രാംദാസ്, ചമയം ബാപ്പു, AV റഫീഖ്, റാഫി ഗൾഫോൺ, ഡോക്ടർ ഖലീൽ, തറയിൽ മുസ്തഫ, ലത്തീഫ് കാപ്പുങ്ങൽ, അസീസ് കൊളക്കാടൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് റോഷൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.